الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്തു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. പ്രയാസമില്ലാത്ത ആളുകൾ ഈ ശക്തികളൊന്നും പൂർത്തിയാക്കി ബുദ്ധിമുട്ടുള്ളവരല്ല, അല്ലാത്തവര് ഒന്നൊന്ന് പിന്നീടിരിക്കുന്ന ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് വാ. എന്റെ റബ്ബും ഇലാഹും അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ അഭയം, അവന്റെ ആശ്രയം, അവലംബം അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ അല്ലാഹുവിനെ തന്നെ ആശ്രയിക്കണം എന്നർത്ഥം. ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക. നമ്മുടെ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന. ലാ മൽജഅ, ഒരു അവലംബവും, വലാ മൻജഅ, ഒരു രക്ഷപ്പെടാൻ കഴിയില്ല, മിൻക, നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈ, നിന്നിലേക്ക് തന്നെയല്ലാതെ. റബ്ബേ, നിന്നിൽ നിന്ന് പോലും ഞങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ നിന്നെ തന്നെ ഞങ്ങൾ ആശ്രയിക്കേണ്ടതുണ്ട്. അപ്പോ മറ്റേത് ശക്തികളെ നാം ഭയപ്പെട്ടാലും റബ്ബിലേക്കായിരിക്കും വിശ്വാസിയുടെ അവലംബവും ആശ്രയവും. ആ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗത്തെ കുറിച്ചായിരിക്കും വിശ്വാസം ചിന്തിക്കുക. എന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും രക്ഷ എന്റെ റബ്ബായ അല്ലാഹു മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടവൻ ആ റബ്ബിന്റെ സാമീപ്യത്തിലൂടെ രക്ഷ നേടാൻ അവൻ കൊതിക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവന്റെ വിശ്വാസം ശുദ്ധീകരിച്ചതോടൊപ്പം തന്നെ റബ്ബ് സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങളിലൂടെയാണ് വിശ്വാസിക്ക് റബ്ബിലേക്ക് എടുക്കാനുള്ള വഴി. അതുകൊണ്ടാണ് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരെല്ലാം പുണ്യകർമ്മങ്ങളിൽ ധൃതി കൂട്ടുന്നവരായിരുന്നു. അവരെല്ലാം നമ്മോട്
അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റഹബൻ, അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും വറഹബൻ, അല്ലാഹുവിന്റെ ശിക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടും. നാം ഏതൊരു ഇബാദത്ത് ചെയ്താലും ഏത് ദുആ ചെയ്താലും ഇത് രണ്ടുണ്ടായിരിക്കണം. റഹബ്, റബ്ബിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുക, വറഹബൻ, റബ്ബിന്റെ ശിക്ഷയെ പേടിക്കുക. അവരൊക്കെയും നമുക്ക് വിധിയപ്പെട്ടവരായിരുന്നു. മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രം വിശദീകരിച്ചിട്ട് സൂറത്ത് അമ്പിയായിൽ അള്ളാഹ് വിശദീകരിച്ചതാണത്. അപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ് നമ്മൾ തേടേണ്ടത്. അള്ളാഹ് തന്നെ ഓർമ്മിപ്പിച്ചു, പ്രിയ സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിന്റെ സാമീപ്യം നിങ്ങൾ തേടുക. അല്ലാഹുവിന്റെ സാമീപ്യം നിങ്ങൾ തേടുക. വജാഹിദൂ ഫീ സബീലിഹി, അതിലൊരു മാർഗമാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗസമരങ്ങൾ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. എങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അപ്പൊ പിന്നെ എങ്ങനെ സാമീപ്യം കിട്ടുന്നോ ഒരു കാര്യം മനസ്സിലാക്കാം. അത്യുന്നതനായ റബ്ബ്, അത്യുന്നതനായ റബ്ബ്, നമ്മൾ ഭൂമിയിലെ കീടങ്ങൾ, ആ കീടങ്ങളായ നമ്മളാണ് അത്യുന്നതനായ റബ്ബിന്റെ സാമീപ്യം കൊതിക്കുന്നത്. എങ്ങനെ? അള്ളാഹ് പറഞ്ഞില്ല നിങ്ങൾ സാമീപ്യം കൊതിക്കുക. ഒരു സൂത്രപ്പണിയില്ല, അതിന് എളുപ്പവഴിയുമില്ല. ആ മാർഗവും അല്ലാഹു അവന്റെ റസൂലും പഠിപ്പിച്ചു. എങ്ങനെ ഒരു ദാസന് റബ്ബിലേക്ക് അടുക്കാമെന്ന മാർഗം അല്ലാഹുവും റസൂലും തന്നെ പഠിപ്പിച്ചു. നമ്മുടെ ഉമ്മത്തില് പല സൂത്രപ്പണികളുണ്ട്, എളുപ്പവഴികളുണ്ട്. കാര്യപ്പെട്ട ഒരു ശൈഖിന്റെ കയ്യാളായാൽ, ആ കാവടി സ്വീകരിച്ചാൽ, ഒരു ശൈഖിന്റെ തരീഖത്തിൽപ്പെട്ടാൽ, ആ ശൈഖിന്റെ മുരീദായാൽ രക്ഷപ്പെടാം എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തില്. അതിന് പിന്നിൽ പുരോഹിതന്മാരുടെ പങ്കുണ്ട്. ഒരെളുപ്പവഴിയില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അല്ലാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ വഴി. നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടും ആർക്കും അടുക്കാൻ കഴിയില്ല. ഒരു പ്രവൃത്തി, ഒരു അമല് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ 3 ഉപാധികളുണ്ട്. പലതവണ നമ്മൾ ഈ മിമ്പറിൽ നിന്നത് പറഞ്ഞതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കില്ലേ, മനുഷ്യന്മാരും അള്ളാഹുവിനടുത്ത് കൂലി കിട്ടാൻ വേണ്ടി പല പണി ചെയ്യുന്നില്ലേ. 3 നിബന്ധനകൾ അത്രയല്ലാതെ അത് റബ്ബ് സ്വീകരിക്കൂല. ഒന്നാമത്തെ നിബന്ധന ഈമാൻ. അതാ ശിർക്കിന്റെ വിശ്വാസത്തോടൊപ്പം മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും റബ്ബിലേക്ക് ഉയർന്നു പോകില്ല. ശിർക്കിലും കുഫ്റിലുമുള്ള ഒരു മനുഷ്യന്റെ ഒരു കർമ്മങ്ങളും ആകാശ ലോകത്തേക്ക് ഉയർന്നു പോവുകയില്ല. ഈമാനിന്റെ അടിസ്ഥാനം അല്ലാഹ് മാത്രമാണ് ഇലാഹ്, അല്ലാഹ് മാത്രമാണ് റബ്ബ്, അവനല്ലാതെ ആരാധ്യരില്ല. എന്റെ മുഴുവൻ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ആ റബ്ബിന് മാത്രമാണ്. ആ വിശ്വാസം ദൃഢപ്പെട്ടതിന് ശേഷം അല്ലാഹു അയച്ച റസൂലുണ്ട്. ആ റസൂല് നിർദ്ദേശിച്ച കർമ്മങ്ങൾ മാത്രമേ സ്വീകാര്യോഗ്യമാകൂ. നമുക്ക് നല്ലൊന്നും തോന്നിയാ പോരാ. മാത്രമല്ല അതിന്റെ പ്രതിഫലം റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കണം. നാട്ടുകാരുടെ പ്രശംസക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താൽ ആ പ്രശംസ ലഭിച്ചേക്കും, റബ്ബിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. അതിന്റെ പരിപൂർണ പ്രതിഫലം എന്റെ നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള എന്റെ അധ്വാനങ്ങളാവട്ടെ, എല്ലാം റബ്ബിന്റെ ഭീതി കൊതിച്ചുകൊണ്ട് ഒരാൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും എന്നെ ബാധിക്കുന്നില്ല. എന്റെ റബ്ബെല്ലാം കാണുന്ന റബ്ബ് അത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാണ് ഇഖ്ലാസ് സാങ്കേതിക ഭാഷയിൽ പറയുക. മൂന്നാമത്തേത് ഇത്തിബാഉർ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ
നമുക്ക് നിർദ്ദേശിച്ച് പ്രവർത്തിച്ച് പറഞ്ഞ് കാണിച്ചു തന്ന കർമ്മങ്ങൾ മാത്രമേ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. റബ്ബിലേക്ക് അടുക്കണമെന്നല്ല നമ്മുടെ മോഹം, റബ്ബിലേക്ക് അടുക്കണം. നമ്മുടെ ഭൂമിയിലെ പുഴുക്കളാണ്. അത്യുന്നതായ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ അർശിന്റെ നാഥനായ ആ റബ്ബിലേക്ക് അടുക്കാൻ ഒരൊറ്റ വഴിയെ അല്ലാഹു നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളിൽ ഏതാണോ നിർബന്ധമാക്കിയത് അതനുഷ്ഠിക്കാതെ വേറെ സൽക്രമം പോലും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് സൽക്രമില്ല. അള്ളാഹ് നിർബന്ധമാക്കിയത് ചെയ്യാതെ അവന് സൽക്രമമില്ല. ഒരാളുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ എത്താൻ പറ്റില്ല. ഒരാളുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ എത്താൻ പറ്റില്ല. നമ്മൾ എത്ര തവണ കേട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ അവസാനം പറഞ്ഞത് യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ. ആ ഫാത്തിമയെ റസൂലുള്ളാഹി വിശേഷിപ്പിച്ചത് എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. സ്വർഗലോകത്തിലെ ചെറുപ്പക്കാരികളുടെ നേതാവാണ് ഫാത്തിമ. ആ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പൊന്നുമോളെ, നരകത്തിൽ നിന്ന് മോളെ തന്നെ കാക്കണം. നാളെ റബ്ബിന്റെ മുന്നിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മകളാണ് എന്ന പേരിൽ ഒരു രക്ഷയും നിനക്ക് അവിടെ കിട്ടില്ല. നിനക്ക് രക്ഷപ്പെടുന്ന നിന്റെ ഈമാനും നിന്റെ സൽക്രമവും. അള്ളാഹു വളരെ അടുത്ത ആളൊക്കെ തന്നെ റസൂല്, അതിൽ കൂടി അടുത്തൊരാളില്ല മനുഷ്യരിൽ, സൃഷ്ടികളിലില്ല. കാരണം മിഅ്റാജിൽ റസൂലുള്ളാഹ് ആകാശലോകത്തേക്ക് സഞ്ചരിച്ചപ്പോൾ 7 ആകാശം കഴിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഇനി താങ്കൾ തരിച്ചു പോകണം. എന്റെ അതിർത്തി കഴിഞ്ഞു, എനിക്ക് ഇനി അവിടെ അടുക്കാനുള്ള അതിർത്തി കഴിഞ്ഞെന്ന് മുഖർറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയണം. എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, ഇനി തരിച്ചു കയറണം. അപ്പൊ സൃഷ്ടികളിൽ ഏറ്റവും റബ്ബിനോട് അടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ട മകളോട് പറയുന്നു, സലീനി ജിമാലി, പൊന്നുമോളെ, വാപ്പാടെ സ്വത്ത് എന്ന് ചോദിച്ചാൽ നാളെ റബ്ബിന്റെ അടുക്കല് മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ വാപ്പാക്ക് കഴിയില്ല. മോളെ ഈമാനോ അമലാണ് അവിടെ പരിശോധിക്കാൻ. അതുകൊണ്ട് മോള് തന്നെ നരകത്തിൽ നിന്ന് പോകണം. ഇതിൽ കൂടുതൽ ബന്ധമുള്ള ഒരാൾ ഇനി ഏതാ? ഏത് ഔലിയാണ്, ഏത് ഷേഖാണ് നമ്മളങ്ങോട്ട് പൊക്കിക്കൊണ്ടുവന്ന് പറഞ്ഞു? പിന്നെ ആലോചിച്ചോക്കെ, ഏത് മുരീദായ രക്ഷപ്പെടാൻ? നമ്മുടെ കർമ്മങ്ങൾ അത്യുന്നതനായ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യം കണ്ട ആരെങ്കിലും അല്ലാഹുവിനോട് ഒരു വിശ്വാസി അടുക്കാൻ ശ്രമിച്ചാൽ, അതിനാഗ്രഹിച്ചാൽ, അതിന് തേടിയാൽ, അതിന് സന്നദ്ധനായാൽ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറയുന്നതായി റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, എന്റെ ദാസൻ എന്നോട് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും. റബ്ബിന്റെ കാരുണ്യം നമുക്ക് എത്താൻ പറ്റില്ല. ഒരു ചാണെടുക്കാൻ ശ്രമിച്ചാൽ മതി, അല്ലാഹു മുഴം എടുക്കും. ഒരു മുഴമെടുക്കാൻ എന്റെ ദാസൻ ശ്രമിച്ചാൽ ഞാനൊരു മാർഗ് കയറൊക്കെ പെട്ടാൽ അറിഞ്ഞില്ല. നമ്മൾ കയറിഞ്ഞില്ലേ? ചെറുകയറൊക്കെ മാറുന്നത് 2 കൈ നീർത്തി പിടിച്ചതാണ്. മുഴം എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ ഇത്രേ ഉള്ളൂ. ഒരു മുഴം ദാസൻ റബ്ബിലേക്ക് എടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. എന്റെ ദാസൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ കാരുണ്യം നോക്കി. ഈ ഏഴകളായ നമ്മളോട് റബ്ബിന്റെ കാരുണ്യം. അവന്റെ മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, എനിക്ക് എന്റെ റബ്ബ് മാത്രമേ ആശ്രയമുള്ളൂ, അവൻ റബ്ബിലേക്ക് എനിക്ക് അടുക്കണം. ആ ആഗ്രഹം വെക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ്, ഒരു കാല് വെച്ചാൽ പിന്നെ റബ്ബ് അവന് എളുപ്പമുള്ള വഴികൾ ഇങ്ങനെ അവന്റെ വഴി എളുപ്പമാക്കിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോ
സൂത്രപ്പണികളൊന്നും ഇന്ന് നാട്ടിൽ ധരിച്ചു വച്ചിട്ടുള്ള സൂത്രപ്പണികളിലൂടെ റബ്ബിലേക്ക് എടുക്കാൻ ഒരു വഴിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോ തൗഹീദ് സ്വീകരിച്ച ഒരു അടിമക്ക് ആദ്യം നിർബന്ധമാക്കിയത് 5 നേരത്തെ നിസ്കാരമാണ്. എല്ലാവർക്കും അറിയാം നിസ്കരിക്കാണ്ട് ഒരാള് ഒരു മലയോളം ധർമ്മം ചെയ്ത് വിചാരിക്കാം, അവിടേക്ക് നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഞാൻ അവനിൽ ആദ്യം നിർബന്ധമാക്കിയത് 5 നേരം എനിക്ക് നമസ്കരിക്കുന്നതാണ്. അതില്ലെങ്കിൽ വിചാരണക്ക് ആദ്യം എടുക്കുന്നത് നമസ്കാരം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടുള്ള സ്നേഹം എന്നോടുകൂടി ഞാൻ പറയാം, റസൂലിനെ പഠിപ്പിക്കാം. ഒരെണ്ണം നമസ്കാരം പരിശോധിക്കുക. അതിൽ പരാജയപ്പെട്ടാൽ പിന്നുള്ള 7 നോക്കൂല, പരിഗണിക്കൂല. അതിൽ വിജയിച്ച അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അവിടെ തോറ്റാൽ പിന്നെ അടുത്ത പേപ്പർ നോക്കൂല. അത്രയും ഗൗരവപ്പെട്ടതാണ് 5 നേരത്തെ നമസ്കാരം. ആ 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയില്ല, സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല, ഹജ്ജും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പോകണ്ടാക്ക കാശെടുത്ത മിസ്സൊക്കെ ശരിയാവും, പോകാൻ പറ്റും, അവിടെ സ്വീകരിക്കില്ല. നിസ്കാരമില്ലാത്തവന്റെ ഉംറ അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിസ്കാരമില്ലാത്തവന്റെ ദാനധർമ്മം അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിസ്കാരമില്ലാത്തവന്റെ ഹജ്ജ് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അത്രയും ഗൗരവപ്പെട്ടതാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഖാഫിറൂൻ. എന്റെ പ്രിയപ്പെട്ട ദാസന്മാരാരാണെന്ന് അറിയുമോ? അവരുടെ നമസ്കാരങ്ങളിൽ അവര് സൂക്ഷ്മത പുലർത്തുകയും കാത്തുപോരുന്ന നമസ്കാരങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടെ കാത്തുപോരുന്നവരാണ്. എന്താ നിസ്കാരം? യുഹാഫിദു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരെ പറ്റിയുള്ള ചർച്ച. നിസ്കരിക്കാത്തവരെ ചർച്ച തീരില്ല. നമസ്കരിക്കുന്നവർ എന്റെ നമസ്കാരങ്ങളെ കുറിച്ച് സമയം, അതിന്റെ രൂപം എല്ലാം കണിശമായി വിനയപ്പെട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ റബ്ബുമായുള്ള മുനാജാത്താണ് എന്ന ഓർമ്മയിലാണ് അവർ നമസ്കരിക്കാൻ. റസൂലുള്ളാഹി ഒരു കാര്യം കൂടി പറഞ്ഞു, നമസ്കാരം നന്നാവാൻ യാത്ര ചോദിക്കുന്നവന്റെ നമസ്കാരം അതായിരിക്കട്ടെ നിന്റെ നിസ്കാരം. അള്ളാഹു അനുഗ്രഹിച്ചാൽ നിസ്കരിക്കാൻ പോകുന്നത് ജുമഅയാണ്. നിസ്കരിക്കുമ്പോഴേ എനിക്കൊരു ജുമഅ ഉണ്ടായില്ലെങ്കിലോ, അടുത്ത അസർ വരെ ഞാൻ ഉണ്ടാകുമോ ഉറപ്പില്ല. ലാസ്റ്റത്തെ നിസ്കാരമാണ് എന്ന മനസ്സോടുകൂടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് അവന് സമയം കണിശമാണ്, ജമാഅത്ത് അവന് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും നമസ്കാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവൻ ടൈം ടേബിൾ ചെയ്യാൻ. കല്യാണമല്ല, വിരുന്നല്ല, എന്ത് പരിപാടി എന്റെ നിസ്കാരം ജമാഅത്തായി നടക്കുന്നതിന് തടസ്സമാകുന്ന വിധം ഒരു പരിപാടിക്കും പോയില്ല. ദീർഘയാത്രകളല്ലാതെ ദീർഘയാത്രകൾ ചെയ്യേണ്ടി ഒന്നുമല്ല. രോഗം ബാധിച്ചു, അതിനൊക്കെ ഇളവുണ്ട്. അല്ലാത്ത അർത്ഥത്തിൽ പണിക്കാരുണ്ടായാലും വരാൻ പറ്റില്ല. അടുത്ത വീട്ടിലെ കല്യാണം അതുകൊണ്ട് വരാൻ പറ്റില്ല. കല്യാണമൊന്നും അതിനുള്ള കുതിരല്ല, വിരുന്നും കുതിരല്ല, മറ്റു പരിപാടികളും കുതിരല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവരായിരിക്കും അനന്തരമെടുക്കുന്നവർ. അല്ലാഹുവേ, എന്റെ നമസ്കാരത്തിൽ കണിശത പുലർത്തി കൃത്യമായി ചെയ്യേണ്ട വിധം ചെയ്താൽ അനന്തരമെടുക്കുന്നവർ. എന്തിനെ? അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന ജന്നാത്തുൽ ഫിർദൗസ് ആയിരിക്കും അനന്തരാവകാശികളായി തീരുക. ഏറ്റവും ഉന്നതമായ സ്വർഗ്ഗമാണ് റസൂൽ പറഞ്ഞത്. അർശിന്റെ തൊട്ടു താഴെ
അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ട് താഴെയുള്ള സ്വർഗ്ഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അത് അനന്തരം എടുക്കണമെങ്കിൽ നമസ്കാരത്തിൽ കണിശത കാണിക്കണം എന്നാണ് പറഞ്ഞത്. അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അതിൽ ശാശ്വതവാസികളായിരിക്കും. അല്ലാഹു നാം ഏവരെയും ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഭാഗ്യം കിട്ടുന്ന വിധമുള്ള വിശ്വാസവും കർമ്മങ്ങളും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വർത്താനം പറയാൻ എനിക്ക് പേടിയാവും. ആ ഹദീസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു വിഷമം, നിങ്ങളോട് പങ്കുവെക്കുമ്പോഴും അത് വിഷമം. ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു കാലം വരും എന്റെ സമുദായത്തിൽ നിന്ന് ദീൻ ഇസ്ലാമിൽ കുറേശ്ശെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഈ ഹദീസ്. എന്റെ സമുദായത്തിലെ ആളുകളിൽ നിന്ന് ഇസ്ലാമിൽ കുറേശ്ശെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അവസാനം നീ പോകുന്നത് നമസ്കാരമായിരിക്കും. പിന്നെ ഇസ്ലാം ഇല്ലവന് അവസാനം സക്കാത്തക്കാര് മുന്നു പോയിട്ടുണ്ടാവും, ഹജ്ജക്കാര് മുന്നു പോയിട്ടുണ്ടാവും. അവസാനം ഒരു വിശ്വാസി ഇസ്ലാമിൽ ഇല്ല എന്ന് തെളിയിക്കുന്നത് 5 നേരത്തെ നമസ്കാരവും നീങ്ങി പോകുമ്പോഴാണ്. നമ്മുടെ ഉമ്മത്തിന്റെ കഥ ഒന്ന് ആലോചിക്കുക. ആദ്യം തന്നെ പോയി കിട്ടുന്നത് ഉണ്ടെങ്കിലല്ലേ പോവുക. ആലോചിച്ചു. അവസാനം മുസ്ലിം അല്ല, അവൻ ഇസ്ലാം അല്ല എന്ന് തെളിയിക്കുക. അവരിൽ നിന്ന് 5 നേരത്തെ നിർബന്ധ നിസ്കാരം മാറിപ്പോകും. അവൻ പരിപൂർണമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതി ആലോചിച്ചു നോക്കിയാൽ പോണൊന്നില്ല. നമ്മുടെ ഉമ്മത്തിന് നിസ്കാരം പോണില്ല. കാരണം നിസ്കാരം ഉണ്ടെങ്കിലല്ലേ പോണ പ്രശ്നമുള്ളൂ. ആദ്യമേ ഇസ്ലാമിൽ പുറത്താണെന്ന് ജനിച്ചതും വളർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും മക്കളെ വളർത്തുന്നതും കാഫിരീകളായിക്കൊണ്ടാണ്. പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റുന്ന പറഞ്ഞത്? ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മളെ 5, 6, 7 വയസ്സായ കുട്ടികളുടെ കാര്യത്തിലും ജാഗ്രത പുലർത്തണം. ആ പ്രായത്ത് കൃത്യത കണിശത പുലർത്തിയാൽ അവൻ എവിടെ പോയാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യതയുണ്ടാവും. അതുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് അനന്തരം എടുക്കാൻ പറ്റുന്ന വിധം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ റബ്ബ് സ്വീകരിക്കുന്ന വിധം, റബ്ബിന്റെ അടുക്കൽ തൂക്കം കിട്ടുന്ന വിധം നമസ്കരിക്കാൻ, അതിന്റെ പ്രതിഫലം ലഭിക്കാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah. Allahumma salli ala Muhammadin wa ala ali Muhammad. Ayyuhan nas, usikum ibadallahi wa iyyakum bittaqwallah. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭം ഇതാ റബ്ബ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. വരാൻ പോകുന്ന റമദാനിന്റെ ഇടയിൽ ഒരു വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെയും റമദാനിന്റെയും ഇടയിൽ ഒരു ജുമുഅ മാത്രമേ ഉള്ളൂ. അല്ലാഹു നമ്മളെ ആ മാസത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആ മാസത്തിന്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. നമസ്കാരത്തെ കുറിച്ച് അറിഞ്ഞു അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗത്താണ് റമദാനിലെ നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ തന്നെയാണ്. നമസ്കാരം ചെയ്തിട്ടാണ് എടുക്കുന്നത്, നോമ്പ് ചെയ്യാതിരുന്നിട്ടാണ് എടുക്കുന്നത്. നോമ്പിന്റെ പ്രവൃത്തി ഒന്ന് കാണിച്ചത് നിസ്കരിക്കണമെങ്കിൽ ഒന്നു കൊടുക്കണം, നിസ്കരിക്കണം, കുമ്പിടണം, റുക്കൂഅ്, സുജൂദ്. ഒഴിവാക്കലാണ് നോമ്പ്, വെടിയലാണ് നോമ്പ്. റബ്ബിനോട് അടുക്കാൻ വേണ്ടിട്ടേ ദുനിയാവിലെ കുറെ കാര്യം ഒഴിവാക്കുകയാണ്. അതിൽ
മനുഷ്യന് നിർബന്ധമായ കാര്യങ്ങൾ പോലും ഒരു നിശ്ചിത സമയം വരെ. കുടിവെള്ളവും ഭക്ഷണവും ഒഴിവാക്കാൻ പറ്റുമോ? അടിസ്ഥാന ആവശ്യമല്ലേ? കുടിവെള്ളവും ഭക്ഷണവും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം, ജീവൻ നിലനിൽക്കാൻ ആവശ്യമാണ്. ആ കാര്യം പോലും സുബഹി മുതൽ, ഉദയം മുതലല്ല, സുബഹി മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പുകാരൻ ഒഴിവാക്കി നിർത്തുന്നു. മനുഷ്യന് വികാരങ്ങളുണ്ട്. സുന്ദരിയായ ഭാര്യ എടുത്തുണ്ട്. പക്ഷേ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ആ നിശ്ചിത സമയം വരെ ഭാര്യയുമായുള്ള ലൈംഗിക കാര്യങ്ങളുമായി ഒരു ബന്ധവും അവനില്ല. ഈ വരുന്ന നോമ്പും കടുത്ത വേനലിൽ തന്നെയാണ്. വീടിന്റെ അകത്ത് വെച്ച് നമ്മൾ വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ ഒരാളും അറിയാൻ പോകുന്നില്ല. പക്ഷേ വിശ്വാസി കുടിക്കില്ല, തിന്നില്ല. അവന്റെ റബ്ബിന് വേണ്ടിയിട്ടാ ഞാൻ എന്റെ ഭക്ഷണം ഒഴിവാക്കിയത്, ഞാൻ എന്റെ പാനീയം ഒഴിവാക്കിയത്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബിന് വേണ്ടി, അവന്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടിയാകുന്നു എന്ന വിശ്വാസത്തിൽ അവൻ വ്രതമനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു അനുഗ്രഹം വന്നു ചെയ്തു. നോമ്പുകാരല്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എത്രയോ ഇരട്ടി പ്രതിഫലം റമദാനിലെ സൽക്കർമ്മങ്ങൾ കൂടി നിശ്ചയിച്ചു. പകല് നോമ്പാണ്, ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു വിവാദത്തില്ല. 12-13 മണിക്കൂറോളം നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് അത് 14 മണിക്കൂറും 15 മണിക്കൂറും. യൂറോപ്പിലൊക്കെ എന്നിട്ടും മനുഷ്യർ നോമ്പ് പിടിക്കണം. 17 മണിക്കൂർ പകലുള്ള നാട്ടില് ആലോചിച്ച് നോക്കിയേ. രാത്രിയും അവൻ ഇബാദത്ത്, പകലും ഇബാദത്ത്. ഇബാദത്തിൽ ശ്രദ്ധ ധരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ, എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നോമ്പിന് മുമ്പ് ഒരു ജുമയും കൂടിയുണ്ടല്ലോ. നോമ്പിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ കിടക്കുന്നില്ല. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇപ്പൊ റമദാനിന് വേണ്ടി ഈ സമയമില്ല, ഇപ്പോൾ ഒരുങ്ങണം. ടൈം ടേബിൾ മാറുകയാണ്, പെട്ടെന്ന് മാറുകയാണ്. തലീസം തീരുമാനിച്ചാൽ പോരാ. നമ്മുടെ വീട് മുഴുവൻ നോമ്പിനെ കുറിച്ച് ചർച്ച നിറയണം. ചെറിയ കുട്ടിയും വലിയ കുട്ടിയും, വല്ലിപ്പയും വല്ലിമ്മയും, ഉപ്പയും ഉമ്മയും മക്കളും കൂടിയിരിക്കെ ചർച്ച ചെയ്യും. അത്താഴത്തിന് എന്താണ് വേണ്ടത്? ചെറിയ കുട്ടിയായിരിക്കും, അവനെ ഇരുത്ത്. അത്താഴത്തിന് എന്തെങ്കിലും കഴിച്ചാൽ മതി, പോരാ, ചർച്ച ചെയ്യൂ. അവൻ മനസ്സിലാക്കട്ടെ, ഇതാ റമദാൻ വരാൻ പോകുന്നു എന്ന ഗൗരവത്തിലേക്ക് ആ കുട്ടി അടുത്തു വരട്ടെ. ശഅബാനിൽ പല പോലെ ജീവിച്ചത്, പലയിടത്തും പോയി പലയിടത്തും നിന്ന് ഇനി പറ്റില്ല. റമദാൻ മാസമാണ്, റബ്ബിന്റെ മാസമാണിത്, നോമ്പിന്റെ മാസമാണിത്, പുണ്യത്തിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, മർഹമത്തിന്റെ മാസമാണ്. കളിക്കാൻ പറ്റില്ല. അതിനേക്കാൾ മുമ്പ് പറയാനുള്ളത് ഒഴിവെടുക്കാനാണ്, തിരക്കുറക്കാനെ. തിരക്കൊഴിഞ്ഞു ഒരൊറ്റ മനുഷ്യനില്ല. റമദാൻ മാസത്തിലെങ്കിലും തിരക്ക് കുറക്കണം. അതിനും ആ ടൈം ടേബിൾ മാറുമല്ല. അപ്പൊ വീട്ടിൽ ഭാര്യയിരുത്ത, മക്കളിരുത്ത, പേരക്കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് നോമ്പുരിക്കുമ്പോ എന്തൊക്കെ വേണ്ടത്? നമ്മള് നോമ്പുരിക്കുമ്പോ എന്താ വേണ്ടത്? കുട്ടികളോട് ചോദിച്ചോ. എന്തിനാ ചോദിക്കുന്നറിയോ? നോമ്പിന്റെ വിഷയത്തിലേക്ക് ആ കുട്ടി വരികയാണ്. പെട്ടെന്ന് തലീസാകുമ്പോ ആ കുട്ടിക്ക് താങ്ങില്ല. കാരണം അന്തരീക്ഷം ഒക്കെ മാറാണ്, ഭക്ഷണക്രമം മാറാണ്, ടൈം ടേബിൾ മാറാണ്. നമ്മളിപ്പോ എന്താ വേണ്ടത്? നോമ്പുരിക്കുമ്പോ ജ്യൂസിന് എന്താ വേണ്ടത്? മറ്റെന്താ പ്രധാന ഭക്ഷണം എന്താ? എന്തൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ടത് വായനയെ ബന്ധിപ്പിക്കുക. നമ്മൾ തറാവീന് എവിടെയാണ് പോവുക? ഏത് പള്ളിയിലേക്കാണ് തറാവീന്? വാപ്പയും ഭാര്യയും മക്കളെല്ലാരും കൂടി ഇന്നത്തെ ചർച്ച ചെയ്യാം. നോമ്പിന്റെ കാര്യം ചർച്ച ചെയ്യാം. കച്ചവടക്കാര് അവരുടെ സമയം ക്രമീകരിക്കണം. കച്ചവടം ഉണ്ടാവും. ആ കച്ചവടക്കാര് അവരുടെ സമയം ക്രമീകരിക്കണം. അള്ളാഹു ഒരു പ്രത്യേക മാസം പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ പാടില്ല. കച്ചവടം അതിന് തടസ്സമാകരുത്.
നോമ്പ് തുറക്കുന്നത് വൈകിക്കരുത്. കുട്ടികൾ കളിച്ച് മൈതാനിയിൽ കളിച്ച് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഓടി വരുന്ന അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നുകിൽ പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിൽ, അകത്ത്, പുറത്തല്ല. അപ്പൊ കോഴിക്കുട്ടിയിൽ കോഴിനെ വളർക്കണ ആടിനെ കിട്ടുന്ന എരുമിനെ കുട്ടിനെ അയച്ചും തരുന്ന സമയമല്ലത്. ബാങ്ക് കേൾക്കുമ്പോ ഒന്നുകിൽ പള്ളിയിലകത്ത് അല്ലെങ്കിൽ വീടിന്റെ അകത്ത് നോമ്പ് അപ്പൊ തുറക്കാൻ പറ്റുന്ന വിധം. അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ചിന്തകൾ, ടൈം ടേബിളുകൾ ഒക്കെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു. അത് അവര് നാശമാക്കി. എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. ഒക്കെ സൗകര്യത്തിനൊക്കെ മാറ്റി. ഇറച്ചി മാത്രം, മീനും ഇറച്ചി ഒഴിവാക്കിയ നോമ്പ്, അരിഭക്ഷണം ഒഴിവാക്കിയ നോമ്പ്, മറ്റേ സാധനങ്ങൾ തിന്നാം, പഴം തിന്നാം, കരിക്കുമ്പഴം കുടിക്കാം, അങ്ങനത്തെ നോമ്പ്, അങ്ങനൊക്കെ ഉണ്ട്. പക്ഷേ അവിശ്വാസികളും സ്ത്രീകളും അത്ഭുതപ്പെടുന്ന ഒരു നോമ്പാണ് മുസ്ലിങ്ങളുടെ നോമ്പ്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു സെന്റിമീറ്റർ മാറ്റം വരുത്താൻ പലവിധ വ്യതിയാനങ്ങൾ മുസ്ലിങ്ങളിൽ ഉണ്ടായിട്ടും നോമ്പിന്റെ രൂപത്തിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറായിട്ട് ആരും സാധ്യമല്ല. അമ്പരക്കാണ് മറ്റുള്ളവർ. എല്ലാ സമുദായത്തിലും നോമ്പുണ്ടായിരുന്നു. ആ നോമ്പിനെ അതിന്റെ ഗൗരവത്തിൽ കാണുകയും ചർച്ചയുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചർച്ച ചെയ്തോളൂ. ഖുർആൻ ഇറങ്ങിയ മാസല്ലേ, അതുകൊണ്ട് നമ്മുടെ ഖുർആന്റെ പഠനം ഈ റമദാനിൽ തുടങ്ങാം. ഏത് ക്ലാസ്സിലാണ് പങ്കെടുക്കേണ്ടത്, എവിടെയാണ് നമുക്ക് ഖുർആന്റെ ആശയം പഠിക്കാൻ അടുത്തുള്ള സ്ഥലം ഏതാ എന്ന ചിന്ത കുട്ടികളുമായിട്ട് പങ്കുവെക്കുക. ഞായറാഴ്ചകളിലും ഉണ്ടാവുമ്പോ കോളേജിൽ സ്കൂളില്ല, എന്നിട്ടോ കുട്ടികളാരും വരുന്നില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ +1 +2 പഠിക്കുന്ന കുട്ടികളോ കോളേജിൽ പോകുന്ന അന്ന് ക്ലാസ്സില്ല അവർക്ക്. പക്ഷെ ഒരു രക്ഷിതാവിനും അവരെ കൂടി കൂട്ടാൻ കഴിയുന്നില്ല. അള്ളാഹ് പറഞ്ഞ കൂടി നിങ്ങൾ കേട്ടോക്കെ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്ന് ചെലവാക്കുന്നവർ, സിർറൻ വഅലാനിയതൻ, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ, യർജൂന തിജാറത, ഒരു കച്ചവടമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ കച്ചവടത്തോടെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കച്ചവടം തന്നെ പറയാം. നല്ലൊരു കച്ചവടമാണ് അവർ കൊതിക്കുന്നത്. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. 3 കാര്യങ്ങളാണ്. നമ്മൾ കച്ചവടങ്ങൾ പലതും കാണില്ലേ, ചില ലാഭമായിരിക്കും, ചിലത് നഷ്ടമായിരിക്കും. ചിലത് ഒരു മാസം മാത്രം നിൽക്കുള്ളൂ, വലിയ ചെലവക്കാർക്ക് ചെയ്യുന്നുണ്ടാവും. 2 മാസം കഴിയുമ്പോഴേക്കും മുഷിയും. പണ്ടേ പാരമ്പര്യം നടക്കുന്ന കുറെ കച്ചവടങ്ങളാണ് നിലനിൽക്കുന്നത്. ബാക്കി പെട്ടെന്നുണ്ടാവുകയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്ന കച്ചവടങ്ങളൊക്കെ കാണുന്നു. അത് ഉറപ്പ് വരുന്നു. നഷ്ടം വരാത്തൊരു കച്ചവടം. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാൻ, ഖുർആൻ എന്താണ്, ഈ ഖുർആൻ അതിന്റെ ആശയം എന്താണ്, അതിന്റെ പൊരുൾ എന്താണ് എന്ന് പഠിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഉത്തമൻ ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന. 3ാമത്തെ ഒരാളാവരുത്. ഒന്നുകിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക, അതായിരിക്കും നിങ്ങളിൽ ഉത്തമൻ. ഇനിയും നമുക്ക് ഇത് എല്ലാ കൊല്ലവും ഇത് പറയാമെന്ന് നിങ്ങൾക്കറിയാം. നമുക്കൊരു ഉറപ്പുണ്ട്, പത്തീര് മെമ്പറിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്റെ മേത്ത് കൊള്ളൂല എന്ന് ആദ്യമേ ഉറപ്പിച്ചിട്ട് നമ്മള് വെടിയുണ്ട ഏൽക്കാണ്ടിരിക്കാൻ മറ്റേ സാധനമൊക്കെ ഇടുവല്ല, ജാക്കറ്റ്, ബുള്ളറ്റ് പ്രൂഫ്, അതുപോലെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോട്ടെ, എനിക്ക് കൂടില്ല, വേറെ പണിയുണ്ട്. ഈ ഫിർദൗസ് അനന്തരമെടുക്കാൻ, റബ്ബിന്റെ സ്വർഗം അനന്തരമെടുക്കാനാണിത്. അല്ലാഹു നമുക്ക് തിരക്കുകളിൽ, ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന തിരക്കുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആന്റെ അർത്ഥം, ആശയം പഠിച്ച് നമ്മുടെ ഇബാദത്തുകളെ കൂടുതൽ ഭംഗിയാക്കി നിർവഹിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.